നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാറില്ല കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ ചിലപ്പോൾ അത് നടക്കുകയും ചെയ്യും. അങ്ങനെ ഏട്ടൻ രാവിലെ തന്നെ പോയി കാരാപ്പുഴ പോയിട്ട് നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്നാണ് ഇന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതേ ഗ്രില്ലൊക്കെ റെഡിയാക്കി അതിൽ കുറച്ച് കപ്പയും കൂടി എടുത്ത് വെച്ചു കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ അമ്മായി നല്ല ചിക്കനൊക്കെ വാങ്ങി ഇതേപോലെ വരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് നല്ല മസാലയൊക്കെ തേച്ച് വെച്ചു കേട്ടോ. നല്ല പച്ചക്കുരുമുളകൊക്കെ ആയിരുന്നു കേട്ടോ അതിനകത്ത് തേച്ചിരുന്നത്. പിന്നെ നമ്മൾ വാഴയിലയിൽ ഇതെല്ലാം സെറ്റാക്കുമായിരുന്നു. ഇതെല്ലാം ഏട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ കനലൊക്കെ ആയി വന്നപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ മാമൻ പോയിട്ട് കുറച്ച് കപ്പയൊക്കെ പറിച്ചിട്ട് വന്നു. അത് ഇതേപോലെ പുഴുങ്ങി ഉടച്ചൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മീനൊക്കെ ഒരേപോലെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ആ വാഴയിലയിലൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മളിതേ അമ്മ കുറച്ച് പോർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇതേപോലെ ആക്കിയെടുത്തു. കുറച്ച് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമുക്കിന്ന് ഫുഡ് എല്ലാം ഒരുപാടായതുകൊണ്ട് നമുക്കിത് കഴിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ടൈമൊക്കെ വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ടേസ്റ്റായിരുന്നു. ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഴലയും അതേപോലെ ആ മസാലയും പിന്നെ ആ കനലിലൊക്കെ ഇരുന്നുള്ള വേവൊക്കെ ആയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.